അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ജിൻഡോ, സുദേശ്, ലാലി, ഷംസീർ ഇബ്രാഹിം, മുനീർ മാസ്റ്റർ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ കണക്റ്റ കൾച്ചറൽ എക്സിബിഷൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഇസ്ലാമോഫോബിയ ചർച്ചയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇസ്ലാമോഫോബിയ എന്ന് നമുക്കൊരു അപരിചിതമായ പദപ്രയോഗമല്ല. ലോകാടിസ്ഥാനത്തിലും ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം ഇസ്ലാമോഫോബിയ എന്ന പദവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് ഈ ചർച്ചയും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഇസ്ലാമോഫോബിക് കുറ്റകൃത്യങ്ങൾ 8% വളർച്ച രേഖപ്പെടുത്തിയത്. അതേസമയം കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഹേറ്റ് സ്പീച്ചിൻ്റെ വർധനവ് 74%. 74% ഹേറ്റ് സ്പീച്ച് ഇന്ത്യയിൽ നടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ 88%, ഹെയർ സ്പീച്ചിൽ 88% ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തിയതാണ്. അപ്പം അതിന് കുറച്ചുകൂടി ഗൗരവം കൂടും. പ്രധാനമന്ത്രി മുതൽ ബ്യൂറോക്രാറ്റ് ലെവലിലുള്ള ഭരിക്കുന്ന പാർട്ടിയുടെ പദവികൾ വഹിക്കുന്ന ആളുകൾ നടത്തിയതാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ 88% വിദ്വേഷ പ്രസംഗങ്ങളും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗം നടത്തിയത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും കൂടിയാണ്. അദ്ദേഹം ഇന്ത്യയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ എല്ലാ സ്ഥലങ്ങളിലും BJP പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഭരണകൂടം ഇസ്ലാമോഫോബിയയുടെ പ്രചാരകരാകുന്നു. ഭരണകൂടത്തിൻ്റെ സമീപനങ്ങൾ, സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിക്കാവും. ഇതാണ് കൂടുതൽ ഗുരുതരമായൊരു കാര്യം എന്ന് പറയും. ഇപ്പോൾ കേരളത്തിലൊരു ഇസ്ലാമോഫോബിയ ഡിസ്കഷൻ എന്ന് പറയുന്നത്, കേരളത്തിൽ നമുക്കറിയാം, ഇപ്പോൾ യൂറോപ്പിൽ ജൂതന്മാരെ ഒരു നാട്ടക്കുറിയാക്കി വെച്ചാണ് ജൂതന്മാർക്കെതിരെയുള്ള ഫോബിയ യൂറോപ്പിൽ പരത്തിയത്. 1980 ഇസ്ലാമോഫോബിയ എന്നുള്ള വേർഡ് ഉണ്ടെങ്കിലും ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷമാണ് ഇസ്ലാമോഫോബിയ എന്ന പദം ഒരു രാഷ്ട്രീയ ഡിസ്കോഴ്സായി, വ്യവഹാരമായി രംഗത്ത് വരുന്നു. എഡ്വേർഡ് സയ്യിദ് എന്ന് പറയുന്ന ചിന്തകൻ ഓറിയന്റലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പൗരസ്ത്യരെയും എങ്ങനെയാണ് പടിഞ്ഞാറ് ചിത്രീകരിക്കുന്നത് എന്ന് വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, അവർ ആക്രമണോത്സുകതയുള്ളവരാകുന്നു, വയലൻസ് ഉള്ളവരാകുന്നു എന്നതാണ്. രണ്ടാമത്തത്, അപരിഷ്കൃതരാകുന്നു എന്നതാണ്. മൂന്നാമത്തത്, അമിത ലൈംഗികതയുള്ളവരാകുന്നു എന്നതാണ്. നാലാമത്തെ ഭാഗം, അപരിഷ്കൃതരാണെങ്കിലും പരിഷ്കരിക്കാൻ സാധ്യതയില്ലാത്ത ജനതയാണ് എന്നതാണ്. ഈ 4 മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ടാണ് പടിഞ്ഞാറ്
ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പൗരസ്ത്യരെയും അവരുടെ എല്ലാ വ്യവഹാരങ്ങളിലും ചിത്രീകരിക്കാറുള്ളത്. അത് ഭരണകൂടം, കല, സാംസ്കാരിക വ്യവഹാരങ്ങൾ, സിനിമ. ഹോളിവുഡ് സിനിമയിലെല്ലാം ഒരു അറബ് മുസ്ലിം കഥാപാത്രമെല്ലാം ഈ 4 കാറ്റഗറിയിലായിരുന്നു. അപ്പോൾ എഡ്വേർഡ് സയ്യിദ് അത് പറയുന്നത്, ഈ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ജനതയായി മുസ്ലിങ്ങളെ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അതിന് ഏകദേശം ആധികാരികമായ ഒരു രൂപം പടിഞ്ഞാറ് ചെയ്യുന്നത് ബെർണാർഡ് ലൂയിസ് എന്ന് പറയുന്ന അമേരിക്കയുടെ വിദേശകാര്യ പോളിസിയിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ച, ഈ അടുത്താണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹം എങ്ങനെയാണ് മുസ്ലിം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ പോളിസി സെറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ച മനുഷ്യനാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഇറാൻ ഷിയ സുന്നി ഡിബേറ്റുകൾ, ഷാഫി ഹനഫി ഡിബേറ്റുകൾ, ഇതെല്ലാം ഡിസൈൻ ചെയ്ത് കൊടുത്ത ആളാണ് ഈ ബെർണാർഡ് ലൂയിസ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഷാഫി ഹനഫി ഡിബേറ്റുകളുടെ ഏകദേശം 100 വ്യത്യാസങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സുന്നി ഷിയ പ്രശ്നങ്ങൾക്ക് ശേഷം കൊണ്ടുവരാനാണ്. അതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ വയലൻസ് ആക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണെന്ന് പരിശോധിച്ചാൽ വളരെ, ഇപ്പോൾ ഈ ലോക സമാധാനത്തിന് ഹാപ്പിനെസ് ഇൻഡെക്സ് പരിശോധിച്ചാൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും താഴെ നിൽക്കുന്ന രാജ്യങ്ങളായിരിക്കും അഫ്ഗാനും ഇറാഖും. യഥാർത്ഥത്തിൽ ഈ അഫ്ഗാനിലെയും ഇറാഖിലെയും ഹാപ്പിനെസ് ഇല്ലാതാക്കിയത് ആരാണ്? ലോകത്ത് ഏറ്റവും വലിയ പൈതൃകമുള്ള രാജ്യമാണല്ലോ ഇറാഖ് എന്ന് പറയും. എന്നിട്ട് ഇവർ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഇടും. എന്നിട്ട് അവസാനം കൊണ്ടുപോയിട്ട് ഇറാഖും അഫ്ഗാനും ഒക്കെ ചേർക്കും. എന്നിട്ട് കണ്ടോ, ഈ മുസ്ലിം രാജ്യങ്ങൾ എപ്പോഴും വയലൻസ് ആണെന്ന് പറയും. യഥാർത്ഥത്തിൽ ഇവരുടെ സന്തോഷം ഇല്ലാതാക്കിയത് ആരായിരുന്നു? അമേരിക്ക. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള പദ്ധതിയുണ്ട്. മില്യൺ കണക്കിന് ഡോളറാണ് മുസ്ലിം വെറുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക സ്വന്തം ബജറ്റിൽ ഉൾപ്പെടുത്തിയത്. രാജ്യത്തിൻ്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയത് അത് മുസ്ലിം വിദ്വേഷം, മുസ്ലിം ഹേറ്റ് എന്നുള്ള പേരിലല്ല, മിഡിൽ ഈസ്റ്റ് പോളിസി എന്നാണ് അതിന് പറയും. ആ മിഡിൽ ഈസ്റ്റ് പോളിസി എന്ന് പറയുന്ന ഒരു നയം രൂപീകരിച്ച് മില്യൺ കണക്കിന് ഡോളർ സ്വന്തം രാജ്യത്തിൻ്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഈ മെറ്റാഫർ തന്നെയാണ് ഇന്ത്യയിൽ സംഘപരിവാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4 കാറ്റഗറിയിലെ മുസ്ലിം വിദ്വേഷവും വെറുപ്പും സംഘപരിവാറും പ്രചരിപ്പിക്കുന്നുള്ളൂ. ആ സംഘപരിവാറിനെ അനുകരിച്ച് കേരളത്തിലും ഇസ്ലാമോഫോബിയ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുമെല്ലാം ഈ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് ഇതിനെ യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു നാട്ടക്കുറി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എയിം ഉണ്ടാവും. ആ എയിമിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമാണ് ഇസ്ലാമോഫോബിക് വ്യവഹാരങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും. അതിപ്പോൾ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇന്ത്യയിൽ വേറെ ചില മെറ്റഫറുകളുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മെറ്റഫറിനെ സൃഷ്ടിച്ചുകൊണ്ട്, പശു എന്ന് പറയുന്ന എലമെൻറ്റിനെ സൃഷ്ടിച്ചുകൊണ്ടൊക്കെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇസ്ലാമോഫോബിക് വ്യവഹാരങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള രാജ്യത്ത് ജീവിക്കുന്ന ഒരു ജനത എന്താണ് ചെയ്യുക? അതിൻ്റെ 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇസ്ലാമോഫോബിയ ഉണ്ട്, അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യാതെ തന്നെ നമുക്ക് അറിയാം. ഒന്നാമത് ഇതൊരു ഈ ലോ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻറ്റി ഇസ്ലാമോഫോബിക് ലോ ഒരു രാജ്യത്തുണ്ടാവണം. അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തണം. നിയമപരമായി ഇറാഡിക്കേഷന് വിധേയമാകുന്ന ഒരുപാട് ആളുകൾ ഈ രാജ്യത്തുണ്ട്. ഇപ്പം ജയിലുകളുടെ കണക്ക് മാത്രം എടുത്താൽ, വിചാരണ തടവുകാരുടെ കണക്ക് മാത്രം ഈ രാജ്യത്തെടുത്താൽ നമുക്കത് ബോധ്യമാവുന്ന കാര്യമാണ്. അപ്പം അവരെ എത്ര ആളുകൾ വിചാരണ തടവുകാരാണ്, അതിൽ എത്ര സമുദായം, ജാതി ഒക്കെ തിരിച്ച് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇത് നമുക്ക് ബോധ്യമാവുന്നൊരു കാര്യമാണ്. അപ്പം അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും നിയമപരമായ ബോധവൽക്കരണം നടത്താനും ഇപ്പോൾ APCR പോലെയുള്ള സംഘടനകൾ അതിലൊരു പരിധിവരെ ലീഗൽ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു നിയമനിർമ്മാണം എന്ന ലെവലിലേക്ക് ആൻറ്റി ഇസ്ലാമോഫോബിക് ലോകൾ ഉണ്ടാവണം. പല രാജ്യങ്ങളും അതിനുള്ള പരിശ്രമങ്ങളും സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ, സിസ്റ്റം അപ്രോച്ചിന് ഡൗൺ ടു എർത്ത് വരെയുള്ള ഒരു മെക്കാനിസത്തിൽ വളരെയധികം ബോധവൽക്കരണം നടത്തണം. ഓരോ ഉദ്യോഗസ്ഥനും ട്രെയിനിങ് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ രാജ്യത്ത് ഇസ്ലാമോഫോബിക് ഇല്ലാതാക്കാൻ കഴിയും ഉദ്യോഗസ്ഥന്മാർ. പക്ഷേ ട്രെയിനിങ്ങിൻ്റെ മൊഡ്യൂൾ അതില്ല. ഇസ്ലാമോഫോബിയ ഉദ്യോഗസ്ഥന്മാരുടെ ട്രെയിനിങ്ങിൽ, അധ്യാപകരുടെ ട്രെയിനിങ്ങിൽ, വർക്ക് ക്യാമ്പുകളിലെല്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എങ്ങനെ വരുന്നു, അങ്ങനെ അതിനെ ചെറുക്കണമെന്ന ട്രെയിനിങ് സിസ്റ്റം ഇതിനെ യഥാർത്ഥത്തിൽ പരിഷ്കരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പിന്നെ പേഴ്സണൽ അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മളറിയാം, വ്യത്യസ്ത സമുദായങ്ങൾ ഇടപഴകി ജീവിക്കുന്ന സ്ഥലമാണ് നമ്മുടേത്. അപ്പോൾ ഒരു സമുദായവുമായി ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ വ്യത്യസ്ത സംഘങ്ങൾ, കൂട്ടായ്മകൾ തമ്മിൽ ഇടപഴകി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യും. അതൊരു ഇസ്ലാം വെറുപ്പായി മാറാതിരിക്കാനുള്ള പരിശ്രമങ്ങളും ബോധവൽക്കരണങ്ങളും നടക്കണം. ഇപ്പോൾ എല്ലാ സമുദായങ്ങളിലും, ക്രിസ്ത്യൻ സമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിലെ വിവിധ ജാതി വിഭാഗങ്ങളിൽ എല്ലാം ഇസ്ലാം വെറുപ്പിന്റെ എലമെന്റ് വ്യത്യസ്തമാണ്. മുസ്ലിം വിദ്വേഷത്തിന്റെ വെറുപ്പ് ഓരോ സ്റ്റീരിയോ ടൈപ്പ് ആയിക്കോൾ. സ്റ്റീരിയോ ടൈപ്പിൽ ഈ 4 എലമെന്റ് നേരത്തെ എഡ്വേർഡ് സയ്യിദ് സൂചിപ്പിച്ചതുപോലെ എല്ലായിടത്തും ഉണ്ടാവും. ഈ 4 എലമെന്റിൽ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും അവർ നടന്നത്. അപ്പൊ അത് രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് എമ്പാടുമുണ്ട്. കേരളത്തിലെ ഓരോ സമുദായ സംഘങ്ങൾ, ഇപ്പോൾ യഥാർത്ഥത്തിൽ പത്രങ്ങളിലും അതുപോലെ മാഗസിനിലൊക്കെ ഇസ്ലാമോഫോബിയെ കുറിച്ച് വളരെ വിശദമായി ബാബുരാജ് ഭഗവതിയും കെ അഷ്റഫും നടത്തിയ പഠനങ്ങളുണ്ട്. പിന്നെ ഇതിനെ നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സുദേശേട്ടൻ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ. ഇത് ഒരു യഥാർത്ഥത്തിൽ പേഴ്സണൽ അപ്രോച്ചിലുള്ള ഒരു ഡെമോക്രാറ്റിക് സ്പേസ് കൂടുതൽ കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്, സമുദായങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് വളരെ ഓപ്പണായി നടക്കുക. ഇപ്പം ഈ കണക്ട പോലുള്ള എക്സിബിഷനൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ ഒരു ആശയം പഠിക്കൽ മാത്രമല്ല, ഒരു എൻഗേജ്മെന്റ് സ്പേസ് ഉണ്ടാക്കുകയാണ്. ഈ സ്പേസിലൂടെ എന്ത് ചെയ്യും, ഇത്തരം വെറുപ്പുകളും വിദ്വേഷങ്ങളും കുറഞ്ഞു വരാനുള്ള ഒരു കാര്യം. അത് എല്ലാ സമുദായങ്ങളും തമ്മിലുള്ള എൻഗേജ്മെന്റ് സ്പേസ് കൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരൊറ്റ ദിവസം ഒരാൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ ടൺ കണക്കിന് ഇസ്ലാമോഫോബിക് മെറ്റീരിയലാണ് സോഷ്യൽ മീഡിയ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ ഭാഗങ്ങൾ, ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഐഡിയകളിൽ നിന്നുണ്ടാവും, ലെഫ്റ്റ് ലിബറൽ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതുണ്ടാവും, അതുപോലെ തന്നെ മറ്റു വിവിധങ്ങളായ ഏജൻസികളിൽ നിന്ന് വരുന്ന ഇസ്ലാമോഫോബിയകളൊക്കെ മാറ്റി നിർത്തിയാൽ നമുക്കത് അതിൻ്റെ വ്യത്യാസങ്ങളും സൂക്ഷ്മതകളൊക്കെ മനസ്സിലാവും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇതിനെ കൗണ്ടർ നരേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇസ്ലാമോഫോബിയയുടെ ഒരു മേധാവിത്വം ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ്. അപ്പോൾ നമുക്ക് FB, അതുപോലെ മെറ്റയുടെ എല്ലാ സംവിധാനവും, ഗൂഗിളിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ ഇതിൻ്റെ എലമെന്റുകൾ നമുക്ക് കാണാൻ കഴിയും. ChatGPT, അത് ഉദാഹരണം AI ടൂളാണ്. ChatGPT നമ്മൾ സെർച്ച് ചെയ്യുന്നത് വെച്ചാൽ ഈ ഡാറ്റകൾ ബേസ് ചെയ്തിട്ടാണോ ChatGPT നമുക്ക് ഇൻപുട്ട് തരിക. അതിലും എന്തുണ്ടാവും, ഇസ്ലാമോഫോബിയ. ChatGPTന്റെ പ്രശ്നം, ഒരു മേന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ് ചെയ്യണതിനനുസരിച്ച് വിവരങ്ങൾ മാറും എന്നതാണ്. അപ്പൊ ഒന്നുകൂടി ഇത് പറഞ്ഞാൽ തെറ്റാണെന്ന് നമ്മളൊരു ഫ്രണ്ടിനോട് പറയുന്നത് പോലെ ആരോട് പറയാം, ChatGPTനോട് പറയാം. അപ്പൊ ChatGPT ചിരിച്ചുകൊണ്ട് നേരത്തെ തന്ന വിവരം എന്ത് ചെയ്യും, ഒഴിവാക്കും. അപ്പൊ ആദ്യം വരുന്ന ഡാറ്റ എന്ന് പറയുന്നതിലും ഇസ്ലാമോഫോബിക് എലമെന്റുകൾ AI ടൂൾസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതിന്റെ എല്ലാ ഈ പ്രതലങ്ങളിൽ നിന്നും ഇസ്ലാമോഫോബിയ തുടച്ചു നിൽക്കാൻ വമ്പിച്ച ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള പരിശ്രമം ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം, ഇപ്പോൾ നമ്മൾ പല പരിപാടികളും സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ ഏറ്റവും കൂടുതൽ കോളനൈസ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ. അത് ഏത് പരിപാടി നടത്തിയാലും ധാരാളം ആളുകൾ വരുന്നു, വിവിധ സമുദായങ്ങൾ ആളുകൾ വരുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ ഫോബിയ പ്രചരണങ്ങളൊന്നും ആളുകളുടെ മനസ്സിൽ യേശയില്ല. കാരണം ഓഫ്ലൈനിൽ ഇത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ, അത് യേശുല എന്നല്ല, ആളുകൾക്കിടയിലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ്
അത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞൊരു വംശീയ എലമെന്റ് ആണ്. അത് മുസ്ലിങ്ങൾ നന്നായത് കൊണ്ട് ഒരിക്കലും ഇസ്ലാമോഫോബിയ മാറൂല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. എല്ലാ മുസ്ലിങ്ങളും 100% പ്യൂരിറ്റൻ ചെയ്തു ശുദ്ധീകരിക്കപ്പെട്ടാൽ ഇസ്ലാമോഫോബിയ എന്തെയില്ല. ഇസ്ലാമോഫോബിയ ഒരു ബോധപൂർവം വികസിപ്പിച്ചെടുത്തൊരു വംശീയ ടൂളാണ്. ചില ആളുകൾ പറയാറുണ്ട് മുസ്ലിങ്ങൾ നന്നായ ഇസ്ലാമോഫോബിയ. അത് തെറ്റായൊരു ധാരണ. അതിനെക്കുറിച്ച് ധാരാളം പഠിച്ച് അവരൊക്കെ ഇവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു വംശീയതയാണ്. അപ്പൊ ഏറ്റവും നല്ല ഒരു ജൂതഫോബിയ പരത്തിയിട്ട് ജൂതന്മാർ നന്നായാൽ ജൂതഫോബിയ പോവില്ല. അപ്പൊ ആ ജൂതഫോബിയയുടെ ഗ്രേഡ് കൂടുന്നല്ലാതെ ഒരിക്കലും അത് അപ്പൊ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പേഴ്സണൽ എൻഗേജ്മെന്റ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, സിസ്റ്റം അപ്രോച്ചിൽ, ഗവൺമെന്റ് ലോയിൽ, ഈ 5 കാര്യങ്ങളിൽ ഇസ്ലാമോഫോബിയയെ എതിർക്കാനുള്ള അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു ബോധപൂർവമായ സമരം, പ്രൊട്ടക്ഷൻ, ചർച്ചകൾ, സംവാദങ്ങൾ ധാരാളമായി നമ്മുടെ പബ്ലിക് സ്പെയറിൽ നടക്കേണ്ടതുണ്ട്. അതിന് സഹായകമാകുന്ന ഒരു ചർച്ചയാണ് ഇത്. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.